നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ ഓട്ടോമൊബൈൽ എക്സിബിഷൻസിലൊന്നായ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഷോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. ധാരാളം പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്ന, ധാരാളം പുതിയ ഇന്നോവേഷൻസ് കാണിക്കുന്ന, ധാരാളം പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നൊരു വേദിയാണിത്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അർബൻ മൊബിലിറ്റി എന്ന് പറയുന്നത് പല രൂപങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ രസകരമായ ഒരു ഇലക്ട്രിക് കാറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേർക്ക് സഞ്ചരിക്കാം. ശരിക്കും പറഞ്ഞാൽ 2 പേർക്കും ഒരു കുട്ടിക്കുമാണെന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അതാണ് ഈ കാണുന്ന 250 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഇവ എന്നുള്ള ഒരു വാഹനമാണിത്. നല്ല രസകരമായ രൂപമാണ്. തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എന്താണ് ഓട്ടോറിക്ഷയെക്കാളും ചെറുതെന്ന് പറയാം. അതാണ് ഇതിൻ്റെ ഒരു രസകരമായ കാര്യം. വായു മൊബിലിറ്റി എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. അവരുടെ ഒരു മോഡലാണിത്. ഇതിന് 9 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണുള്ളത്. പക്ഷേ ഇവരുടെ ഇനിയിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിനൊക്കെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി പാക്ക് ഉണ്ട്. അതായത് 12.6 ഉണ്ട്, 18 ഉണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ചാർജ് ആകും. അതായത് 50 കിലോമീറ്റർ ചാർജ് 5 മിനിറ്റിൽ ചാർജ് ആകും. വെറും 50 പൈസയാണ് റണ്ണിങ് കോസ്റ്റ് എന്നാണ് കമ്പനി പറയുന്നത്. 40 കിലോമീറ്റർ പെർ അവർ 5 സെക്കൻഡ് കൊണ്ട് കൈവരിക്കാൻ പറ്റുന്ന സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ എവിടെ ഒതുങ്ങി കിടക്കും. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കോമറ്റാണ് ഇതിലുള്ളതിൽ ചെറിയൊരു വാഹനമായിട്ട്, ഇലക്ട്രിക് വാഹനമായിട്ട് പറയുന്നതെങ്കിൽ ഇത് അതിനേക്കാളും ചെറുതാണ്. രസകരമാണ് ഉൾഭാഗം. മുൻഭാഗത്ത് അതായത് ഡ്രൈവർ സീറ്റ് മാത്രമേ ഉള്ളൂ മുൻഭാഗത്ത്. അതിലധികം സീറ്റുകളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങിയ രൂപം എന്നാണ് പറയേണ്ടത്. വളരെ രസകരമായിട്ടുണ്ട്. തന്നെയുമല്ല നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അല്ല ഒരു തട്ടിക്കൂട്ട് രൂപമൊന്നുമല്ല, നല്ല ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻറ്റീരിയർ. ഞാനീ പറഞ്ഞ പോലെ മുന്നിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് വരുമ്പോൾ 2 സീറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 മുതിർന്നവർക്ക് തന്നെ ഇരിക്കാനുള്ള സീറ്റുണ്ട്. സ്റ്റിയറിംഗ് വീൽ നടുക്ക് കൊടുത്തിരിക്കുന്ന രസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ വലിയ നീണ്ട സ്ക്രീനാണ്. വലിപ്പം ഇത്തിരി കുറവാണെങ്കിലും സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഡോറുകളേ ഉള്ളൂ. പിൻഭാഗത്ത് ഇതൊക്കെ കയറണമെങ്കിൽ സുഖമായിട്ട് തുറന്നിട്ട് ഇങ്ങനെ കയറി പോകാം. മൊത്തത്തിൽ രസമുണ്ട്, രൂപമൊക്കെ രസമുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇതാ മൊത്തത്തിൽ കാണാനും ഒരു ഫിനിഷിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നിലവാരമുണ്ട് കണ്ടിട്ട്. എന്തായാലും ഇത് നമുക്ക് ഒരു ഹിറ്റാക്കി എടുക്കാവുന്ന വാഹനമാണെന്ന് തോന്നുന്നു. കാരണം ഇത്തരം അർബൻ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ഏറ്റവും എന്താ പറയുക ഒതുങ്ങിയ വാഹനമാണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള രൂപമാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പിൻഭാഗത്ത് ഈ ഒരു രൂപമാണ്. വളരെ രസകരമായിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും ഇഷ്ടപ്പെടും. ഹോണ്ട ആക്ടിവയുടെ ഇലക്ട്രിക് രൂപമാണിത്. ഇതിലെഴുതിയിട്ടുണ്ട് ആക്ടിവ ഇ എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ടിവ ഇ കൂടാതെ QC1 എന്ന് പറയുന്ന ഒരു എന്താ പറയുക വേരിയൻ്റ് കൂടിയുണ്ട് ഈ ഒരു മോഡലിന്. ഇതിന് 102 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. 1.5 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണുള്ളത്. ബേസിക് രൂപം എന്ന് പറയുന്നത് ആക്ടിവയുടെ തന്നെയാണ്. പക്ഷേ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ഡേറ്റ റണ്ണിംഗ് ലാമ്പ്, അതുപോലെ ഇവിടെ ഹെഡ് ലാമ്പ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ മനോഹരമായ ബോഡി പാനൽ, നല്ല ഫിനിഷിങ്ങോട് ഇവിടെ ബോഡി പാനൽ കൊടുത്തിരിക്കുന്നു. സാമാന്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അതാണ് ഈ ഒരു റോട്ടറി സ്വിച്ച് കാണുന്നത്. സീറ്റ് ഇപ്പം ഓഫാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സീറ്റ് നമുക്കിത് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ സീറ്റ് തുറന്നു വരും. അതിനകത്ത് ബാറ്ററി പാക്ക് ഉണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഈ ആക്ടിവ ഇ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ സ്വാപ്പബിൾ ബാറ്ററിയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ QC1 നല്ല ഫിക്സഡ് ബാറ്ററി ഉള്ളൂ. അതുപോലെ വളരെ വലിയ സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള സ്വിച്ചുകളും വളരെ നിലവാരമുള്ള സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും നല്ല ഡിസൈനാണ്. ഹോണ്ടയുടെ കാര്യത്തിൽ ഹോണ്ടയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ടെക്നോളജി നേരത്തെ ഉണ്ട്, ഇന്ത്യയിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാം മനോഹരമായിട്ടുണ്ട്. വളരെ വലിയ സീറ്റും അതുപോലെ തന്നെ നല്ലൊരു ഗ്രാബ് റെയിലും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ടിവ ഇ എന്ന് പറയുന്ന സ്കൂട്ടർ. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. 102 കിലോമീറ്റർ റേഞ്ച് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതും ആക്ടിവ ഇ തന്നെയാണ്. അതിൻ്റെ ബാറ്ററി സ്വാപ്പബിൾ ബാറ്ററിയാണ് ഇപ്പോൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വീടിനകത്തുകൊണ്ട് ചാർജ് ചെയ്യാം. ഇവിടെ അങ്ങനെ 2 പാക്കിലായിട്ട് 2 സ്പേസാണ് അതിനുള്ളത്. പൂർണ്ണമായിട്ടും സ്വാപ്പ് ചെയ്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ബാറ്ററി വാങ്ങിക്കാതെ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയി സ്വാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. എന്തായാലും ആ 2 ബാറ്ററി വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവുകയില്ല എന്നൊരു കാര്യമാണ്. പക്ഷേ QC1 എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ
ഫിക്സഡ് ബാറ്ററിയാണ്, അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇയും അത് QC1 QC1 കാഴ്ചയിൽ കുറച്ചുകൂടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബേസിക് രൂപം ഒന്ന് തന്നെയാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഫിക്സഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി പാനലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷേ ബാക്കിലെ ബാഡ്ജിങ് QC1 എന്നുള്ള ബാഡ്ജിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സ്പേസ് ഒക്കെ തന്നെ ഉണ്ട്. ധാരാളം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് വയ്ക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പോൾ ഫിക്സഡ് ബാറ്ററി ആയതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമുള്ളൂ. വീട്ടിലെടുത്ത് വെച്ച് ചാർജ് ചെയ്യാനാവില്ല. പിൻഭാഗമൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഡിസൈനിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫിനിഷിംഗ് നിർമ്മാണ നിലവാരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്ന രീതിയിൽ ഭംഗിയായിട്ടുണ്ട്. ഇനിതാ അടുത്തത് ഹോണ്ടയിൽ നിന്നുള്ള അടുത്ത മോഡലാണ്. ഇത് 300F ആണ്. CB 300F 300cc എഞ്ചിൻ. അതുപോലെ ഹോണ്ട ഫ്ലെക്സ് ടെക് എന്ന് പറയുന്ന ആ ഒരു ഫ്യൂൽ ടെക്നോളജിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 300F നേരത്തെ തന്നെ വിപണിയിലുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഫ്ലെക്സ് ടെക് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവൽ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് E85 എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവലിൽ ഇപ്പോൾ ഇത് ഓടിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ 85% പെട്രോളും 15% എത്തനോളുമുള്ള ഫ്യൂവലാണത്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം പൊല്യൂഷൻ കുറവായിരിക്കും, നല്ല പെർഫോമൻസ് പൂർണ്ണമായിട്ടും കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗഡ്കരി എപ്പോഴും പറയാറുണ്ട് കൂടുതൽ എത്തനോൾ മിക്സ് വരണം പെട്രോളിലേക്ക്, എങ്കിൽ മാത്രമേ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ഹോണ്ടയുടെ ഒരു പുതിയ ചുവടുവെപ്പായിട്ട് നമുക്ക് കാണാം. പെർഫോമൻസും കൂടുതലാണ്, മൈലേജ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പൊല്യൂഷൻ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപ്ലവം തന്നെ കൊണ്ടുവന്ന ഓലയുടെ വാഹനങ്ങളാണ്, പുതിയ വാഹനങ്ങൾ നമ്മൾ കാണുന്നത്. ഇതാ ഓല റോഡ്സ്റ്റർ, നല്ലൊരു കിടുക്കാച്ചി ബൈക്കാണ്. 248 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച്, 126 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്, 13 കിലോവാട്ടിൻ്റെ പീക്ക് പവറാണുള്ളത്. വളരെ സ്ലീക്കായിട്ട് കണ്ടോ, ഒരു തട്ടുമുട്ടും ഇല്ലാത്ത ഡിസൈൻ എന്നാണ് പറയുന്നത്. ഓലയുടെ സ്കൂട്ടറുകളുടെയും പ്രത്യേകത തന്നെയാണല്ലോ, ആ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പ്രധാനപ്പെട്ട തള്ളി നിൽക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സ്ലീക്കായിട്ടുള്ള സീറ്റാണെങ്കിലും ഇവിടുന്ന് തന്നെ തുടങ്ങിയാണ്. അതായത് ഫ്യൂൾ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സീറ്റ്, അതങ്ങനെ പിൻഭാഗം വരെ അങ്ങനെ ഒഴുകി എത്തുന്നു. പിൻഭാഗത്തൊക്കെയാണല്ലോ വളരെ മിനിമലിസ്റ്റിക് ഡിസൈൻ രീതികളൊക്കെ ഉള്ളൂ, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. സൈഡിൽ ഇവിടെ നോക്കുമ്പോഴും വളരെ ഓപ്പൺ ആയുള്ള സ്പേസാണ് കാണുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള സ്ക്രീൻ കൊടുത്തിരിക്കുന്നു, അതും ഒട്ടും തന്നെ എന്താ പറയുക തള്ളി നിൽക്കുന്നില്ല, എല്ലാം വളരെ ഗംഭീരമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ഏതായാലും രസമായിട്ടുണ്ട്. 03 റോഡ്സ്റ്റർ എന്നാണ് തോന്നുന്നു പേരിടാൻ പോകുന്നത്. അവിടെ നമ്മളെ ഇവിടേക്ക് വരുമ്പോൾ റോഡ്സ്റ്റർ എക്സ്, ഇത് 200 കിലോമീറ്ററാണ് റേഞ്ച്, 124 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്, അതും രസമായിട്ടുണ്ട്. അതിൻ്റെയും സൈഡ് ഈ പറഞ്ഞ പോലെ വളരെ ഒതുങ്ങി നിൽക്കുന്ന ഈ വാഹനങ്ങളുടെ രൂപം ഡിസൈനൊക്കെ എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാകുന്ന ഇത്തരത്തിലുള്ള ഈ പുതിയ കമ്പനികളൊക്കെ ഓരോന്നൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ്. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ബജാജിൻ്റെ ഫ്രീഡം ബൈക്കിൻ്റെ, അതായത് നമ്മുടെ CNG ബൈക്കിൻ്റെ പോലെ ഒരൊറ്റ നീളത്തിലൊരു പാനൽ തീർന്ന പരിപാടി അവസാനിച്ചു. വളരെ രസകരമായിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഓല ഗിഗ് എന്ന് പറയുന്ന മോഡലാണ്. GIG ഗിഗ് ആയിരിക്കുമല്ലോ അല്ലേ. ഇത് നമ്മൾ ശരിക്കും ഈ ഇറ്റലിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ചില ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്, വളരെ ചെറിയ കമ്പനികളൊക്കെ നിർമ്മിക്കുന്നത്, അതുപോലെ ഉണ്ട്. വളരെ രസമായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യക്കാരന് 2 ഗ്യാസ് കുറ്റി വരെ വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ രീതിയിലുള്ള സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. വളരെ രസകരമായ ഡിസൈൻ. മുൻഭാഗമൊക്കെ വളരെ സ്ലീക്കാണ്. സസ്പെൻഷൻ ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ആകെ അതേ ഉള്ളൂ മുൻഭാഗത്ത് കാണാൻ. അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും 2 പേർക്ക് കെട്ടിപ്പിടിച്ചിരുന്ന് പോകാൻ പറ്റുമെന്നല്ല, 2 പേർക്ക് നിവർന്നിരുന്ന് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുള്ള സീറ്റിൻ്റെ നീളമേ ഉള്ളൂ. ഏതായാലും പിൻഭാഗത്ത് വലിയ ലഗേജ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. എല്ലാം അടച്ചു പൂട്ടി ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഈ രൂപത്തിലായിരിക്കുമോ വരാൻ പോകാമെന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാം വന്നേക്കാം. ഇതിൻ്റെയൊക്കെ എന്താ പറയണ്ടേ പ്രോട്ടോടൈപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് S1Z എന്ന് പറയുന്ന S1Z എന്ന് പറയുന്ന മോഡലാണ്. S1 Proയുടെയൊക്കെ മറ്റൊരു രൂപം എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ റേഞ്ച് നോക്കിയില്ലല്ലോ നമ്മൾ. ഗിഗിന് 112 കിലോമീറ്ററാണ് ഇവിടെ റേഞ്ച് കാണിക്കുന്നത്, 25 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്, 1.5 കിലോവാട്ടിൻ്റെ ബാറ്ററി, അതായത് ചെറിയൊരു കപ്പാസിറ്റി ഉള്ള ബാറ്ററി മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും ഓല S1Z ആണ്. 146 കിലോമീറ്ററാണ് റേഞ്ച്, 70 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്, 1.5 കിലോവാട്ടിൻ്റെ 2 ബാറ്ററികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മിക്കവാറും സ്വാപ്പബിൾ ബാറ്ററീസ് ആയിരിക്കാൻ വേണ്ടി ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് S1X. എല്ലാം ഈ S1 Proയുടെയൊക്കെ ഓരോരോ വേരിയൻസ് ആണ്. ഇതിന് 193 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്, 90 കിലോമീറ്റേഴ്സ് മാക്സിമം സ്പീഡ്, 6 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിപ്പമൊക്കെ തോന്നുന്നുണ്ട് മുൻഭാഗം എന്നൊക്കെ നോക്കുമ്പോൾ. ഇതിൻ്റെ നിറവും രസമുണ്ട്, ഈ ഒരു വയലറ്റ് രസമുണ്ട്. ഇത് നമ്മുടെ സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന S1 Proയാണ്. എന്തായാലും ഓലയുടെ മറ്റൊരു സ്കൂട്ടർ കാണാം. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഓല S1 Proയുടെ സോന എന്നാണ് ഇതിൻ്റെ പേര്. 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് പാർട്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്.
അത് കൊള്ളാം. അപ്പോൾ അങ്ങനെ ഓല പുതിയൊരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ജോയ് ആലുക്കാസിലൊക്കെ കൊണ്ടുപോയി കാശിന് ആവശ്യം വരുമ്പോൾ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധ്യതയുമായിട്ട് ഓല S1 Pro Sona. ലോകത്തിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വാഹനമാണ് ഇനി നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പേര് സർജ് എന്നാണ്. ഇതിനെപ്പറ്റിയൊക്കെ ധാരാളം മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഫ്ലഷിൽ കാണുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ കാണുന്ന പോലെ സ്കൂട്ടറിൻ്റെയും ഓട്ടോറിക്ഷയുടെ ഒരു കോമ്പിനേഷനാണ്. അതായത് നിങ്ങൾ ഈ സ്കൂട്ടർ അകത്തേക്ക് തള്ളി അങ്ങ് ഇരിക്കുകയാണെങ്കിൽ അത് ഓട്ടോറിക്ഷയായിട്ട് മാറും. അതാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ, പക്ഷേ നിങ്ങൾക്ക് അത് സ്കൂട്ടറായിട്ട് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഊരിയെടുത്താൽ സ്കൂട്ടറായിട്ട് ഓടിച്ച് പോകാം. അങ്ങനെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയായിട്ട് ഓടിക്കാം. അതിൻ്റെ രണ്ട് തരത്തിലുള്ളതും. ഇതിപ്പോൾ പാസഞ്ചർ ഓട്ടോറിക്ഷയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇത് ലോഡ് കാരിയർ ആയിട്ട് മാറുന്നുണ്ട്. രണ്ട് തരത്തിൽ ഓടിക്കാം. എന്താണ് ഇതുകൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ രണ്ട് തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യും. വേണമെങ്കിൽ പകല് ഓട്ടോറിക്ഷ ഓടിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്വിഗ്ഗിയുടെ മറ്റോ ഫുഡ് ഡെലിവറിക്ക് പോകും. രണ്ടിനും പറ്റും. അപ്പോൾ പകലെല്ലാം നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും സ്കൂട്ടർ ഊരിയെടുത്ത് നിങ്ങൾ നേരെ ഈ പറഞ്ഞ പോലെ ഫുഡ് ഡെലിവറിക്ക് മറ്റോ പോകുന്നു. വളരെ രസകരമായൊരു സംഭവമാണ്. പക്ഷേ ഇത് സ്കൂട്ടർ ഊരിയെടുത്താൽ പിന്നെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരു നിർജീവ അവസ്ഥയായി പോകും. അത് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. എന്തായാലും രസകരമായ ഡിസൈൻ ഹീറോ മോട്ടോറിൻ്റെ ആണ്. ഹീറോ സർജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം 4 വാഹനങ്ങളാണ് ഇന്നിപ്പോൾ ഹീറോ ഇവിടെ അൺവീൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അൺവീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനം കണ്ടത്. എന്തായാലും രസകരമാണ്. ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ആയാലും എല്ലാം വളരെ രസകരമാണ്. ഇവിടേക്ക് വരുമ്പോഴും ഉൾഭാഗത്ത് നമ്മുടെ ആ സ്കൂട്ടറിന്റെ ഭാഗം അത് തള്ളി ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. എങ്കിൽ പോലും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ സ്കൂട്ടറിനെ ഗർഭം ധരിച്ച ഓട്ടോറിക്ഷ എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു. രസകരമായിട്ടുണ്ട്. ഹീറോയ്ക്ക് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മൾ എന്നാണ് പറയേണ്ടത്. സ്കൂട്ടർ എന്ന് നിലയ്ക്ക് നോക്കിയാലും വളരെ ഭംഗിയുള്ള സ്കൂട്ടറാണ്. വളരെ മോഡേൺ ഡിസൈനാണ്. ഹീറോയുടെ തന്നെ മറ്റ് സ്കൂട്ടറുകൾ എല്ലാം വ്യത്യസ്തമായ ഡിസൈനാണ്. അങ്ങേയറ്റം മോഡേൺ എന്ന് വിളിക്കാവുന്ന ഡിസൈനുമാണ്. എന്നാലും നമുക്കിനി ഒന്നുകൂടി സ്കൂട്ടർ അകത്ത് കയറിയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നുകൂടെ നോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ എത്ര ഹെഡ്ലൈറ്റ് ആണെന്ന് കണ്ടോ? ഇവിടെയുണ്ട് ഇതില് 2 ഹെഡ്ലൈറ്റ് കൂടാതെ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ്. ഇതിലേതാണ് വർക്ക് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഓടിച്ചു തുടങ്ങി കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അപ്പോൾ ഇഷ്ടം പോലെ 3 ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ട് മാറില്ല. അതിന് സാധ്യതയില്ല. എന്തായാലും രസകരമാണ്. ഇതിങ്ങനെ അടയ്ക്കുകയാണ് ചെയ്യുക. അതിങ്ങനെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ശരിക്കും ഓട്ടോറിക്ഷയുടെ രൂപമായി മാറും. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അടച്ചു. ഇതിനകത്ത് അങ്ങനെ സ്കൂട്ടർ ഓടിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ സാധനം ഒരു കിടിലൻ ഓട്ടോറിക്ഷയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ ആണെന്ന് മാത്രമേ തോന്നൂ ഉൾഭാഗത്ത്. പക്ഷെ ഈ ഓട്ടോറിക്ഷയുടേതായിട്ടുള്ള ഒരു ഹാൻഡിലല്ല, ശരിക്കും സ്കൂട്ടറിന്റെ ഹാൻഡിൽ തന്നെ കാണും. വളരെ എളുപ്പത്തിൽ സാധനം ഉയർന്നു. അങ്ങനെ വീണ്ടും സ്കൂട്ടറായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് ഡിസൈനേഴ്സിന്റെ മനസ്സിലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഇനി ഹീറോയുടെ ലോഞ്ച് ചെയ്ത ബൈക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാലും ഇപ്പം ഹാർലിയും ഹീറോയുമായിട്ടുള്ള ടൈപ്പിൽ പല വാഹനങ്ങളും, ഹാർലിയുടെ വാഹനങ്ങൾ പലതും നിർമ്മിക്കുന്നത് ഇപ്പോൾ ഹീറോയുടെ പ്ലാന്റിലാണ്. അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഇതിപ്പം അവിടെ നിർമ്മിക്കുന്നതല്ല. ഇത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഹാർലിയുടെ 117 ആണ് ഈ കിടക്കുന്നത്. ഇവിടെ വരുന്നത് ഹീറോയുടെ സെന്റിനിയൽ എന്ന മോഡലാണ്. സെന്റിനിയൽ ഹീറോയിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ച് എന്ന് പറയുന്നത് യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോഡലായ എക്സ്പൾസിൻ്റെ 210 ആണ്. നമ്മൾ 204V ആയിരുന്നു ഇതുവരെ കണ്ടിരുന്നതെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ 210 വന്നിരിക്കുന്നത്. ഇത് ഒരു ഒരു ബിഗിനേഴ്സിനുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ബൈക്കായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. ഇതിന് ശേഷം വേണം ഗ്രാജുവേറ്റ് ചെയ്തതിലും വലിയയിലേക്ക് പോകാനുള്ള മട്ടിലാണ് കമ്പനി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സാറിന് ഓഫ് റോഡ് ബൈക്കായിട്ടാണ് കരുതപ്പെടുന്നതെങ്കിലും സ്ഥിരമായി ഓഫീസിൽ പോകുന്നവരൊക്കെ ഇഷ്ടംപോലെ ഞാൻ കൊച്ചിയിലേക്ക് കാണാറുണ്ട്. എന്തായാലും 210ൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി ഒരു അഗ്രസീവായിട്ടുള്ള ഡിസൈൻ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ അത് ഡീലർഷിപ്പുകൾ എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനും ഒക്കെ ആയിട്ടുള്ള പുതിയ 210 എക്സ്പ്രസ് 210 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നിപ്പോൾ എക്സ്ട്രീം 250R പുതിയ എഡിഷനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. വളരെ സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി. പിന്നെ ഇന്ന് ലോഞ്ച് ചെയ്ത മറ്റൊരു മോഡൽ ഈ കാണുന്ന സൂം 160 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫാർ ഈസ്റ്റ് കൺട്രീസിലേക്ക് കാണുന്ന പല മോഡലുകളെ ഓർപ്പിക്കുന്ന രീതിയിൽ വളരെ സ്റ്റൈലിഷും വളരെ മോഡേണും ആയിട്ടുണ്ട്. ഇത് സൂം 160 ആണെങ്കിൽ അത് സൂം 125 ആണ്.
അതും സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ മോശമല്ല, രസമാണ്. അതിൻ്റെ യെല്ലോ കളറൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഹീറോയിൽ നിന്ന് ഇന്ന് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ഹീറോയുടെ ഷോറൂമിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹ്യുണ്ടായുടെ പവലിയനിലാണ്. ഇവിടെ പ്രധാനപ്പെട്ട ലോഞ്ച് എന്ന് നടക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ EV ആണ്. നമ്മൾ കണ്ടതാണ്, നമ്മളതിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ട് അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷേ ഇതാണ് ഇന്ന് ഇവിടുത്തെ ഒരു ഷോ സ്റ്റോപ്പർ. ഇതിൻ്റെ പേര് സ്റ്റാറിയ എന്നാണ്. ഇത് നമ്മൾ കൊറിയയിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു വാഹനം തന്നെയാണ്. ഇതൊരു മൾട്ടി പർപ്പസ് വാഹനമാണ്. ടൊയോട്ട വെൽഫെയർ, അതുപോലെ തന്നെ കിയ കാർഡിനൽ തുടങ്ങിയ വളരെ വലിയ ലക്ഷറീസ് MPV അതേ സെഗ്മെന്റിൽ വരുന്നൊരു വാഹനമാണിത്. ഇത് പെട്രോൾ എഞ്ചിനാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 3.4 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എഞ്ചിനാണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഗിയർ സെലക്ടറൊക്കെ രസമാണ് ഇവിടെ കാണാൻ. തന്നെയല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്പേസ് ആണ്. കണ്ടോ, ഒത്തിരി ഉള്ളിലേക്ക് തള്ളിയാണ് ഡാഷ്ബോർഡൊക്കെ ഇരിക്കുന്നത്. തന്നെ ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സീറ്റുകളൊക്കെയാണ് വളരെ കംഫർട്ടബിൾ ആണ്. ഹൈറ്റൊക്കെ നന്നായിട്ട് ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രസം ഓടിക്കുക. നല്ല ഇത് കണ്ടോ, ഇത്രയും വിൻഡോ ഏരിയ ഉണ്ട്, ഗ്ലാസ് ഏരിയ ആണ്. ഇത്രയും താഴ്ന്നൊരു വിൻഡോയിലെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കൺസോളിലൊക്കെ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ സ്റ്റാറിയ എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണാം. ചാർജിങ് പോയിന്റുകൾ, അതായത് കണകണ ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. സ്റ്റിയറിംഗ് വീല് ഭംഗിയുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് 2 സൈഡിലും കാണാം. 2 സ്ക്രീനുകളാണ് ഇവിടെ. സാധാരണ ഹ്യുണ്ടായിൽ കാണുന്ന പോലെ അത്ര വലിയ സ്ക്രീനല്ല, പക്ഷേ 2 സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 സൺറൂഫുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ പെയിനും അവിടെ സാമാന്യം വലിയ ഒരു സൺറൂഫും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഓടിക്കാനൊക്കെ വളരെ നല്ല ഗംഭീര ഒരു പൊസിഷൻ ഇതിനുണ്ടെന്നുള്ള ഒരു സംശയമില്ല. ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിലാണ് ഇരുന്ന് നോക്കേണ്ടത്. സെക്കൻഡ് റോ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടിയൊക്കെ ഇതുവഴി ഇറങ്ങാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഈ വഴി ഇറങ്ങി, എന്നിട്ട് ഈ വഴി വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാർഡിനലൊക്കെ കണ്ട അതേ ഒരു സീറ്റിംഗ് പൊസിഷനുണ്ട്. നമുക്ക് ഇവിടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പൂർണ്ണമായിട്ട് നമുക്ക് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു കാർഡിനൽ കൂടുതൽ സ്പേസിലുണ്ട്. കാർഡിനൽ നമുക്ക് അങ്ങനെ സ്ലാൻഡ് ചെയ്യുമ്പോൾ കാലോടെ മുട്ടുമായിരുന്നെങ്കിൽ ഇതിൽ അത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പേസ് ഉള്ള ഒരു മോഡലാണിതെന്ന് തോന്നുന്നു. അതുതന്നെയാണ് മുൻഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എല്ലായിടത്തും ധാരാളം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സാധനങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നു. തന്നെയല്ല ഇവിടെ കയറാനുള്ള സ്റ്റെപ്പുകളും വളരെ താഴ്ന്നതാണ്, അങ്ങനെ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഡോർ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, തേർഡ് റോ സീറ്റിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ടെന്നുള്ളത്. അതൊരു പക്ക 7 സീറ്ററാണ്. അത് ഏറ്റവും പിൻ റോയിൽ സ്ഥലമില്ലാത്ത അവസ്ഥയൊന്നും ഇതിലില്ല. സുഖമായിട്ട് അവിടെ ഒരു ഹൈറ്റുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്രയും നല്ല. ഹായ് സൂപ്പർ സ്റ്റാർ, നമ്മുടെ സുഹൃത്ത് ഇവിടെ തന്നെ കൈയാണ്. ഹായ്, ഹൗ ആർ യു? താങ്ക് യു സർ. ഇത് നമ്മുടെ ഖാസിയാബാദിലെ സൂപ്പർ സ്റ്റാർ ആട്ടോ, അല്ല ചുമ്മാ നമ്മളെ കളിയാക്കുന്ന കൊച്ചിയിലെ സൂപ്പർ സ്റ്റാർ. താങ്ക് യു സർ. അപ്പോൾ എക്സ്റ്റീരിയർ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള എക്സ്റ്റീരിയറാണ്. വലിയൊരു ബോർഡിലിടെന്ന് പറഞ്ഞാൽ വലുത്, ഇതിലും വലുതില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ബസ് പോലെ തന്നെയുണ്ട് പിൻഭാഗം, എങ്കിൽ പോലും അതിൻ്റെ ഭംഗിയാണെന്നുള്ള ഒരു സംശയമില്ല. 3.5 ലിറ്റർ, സോറി ഞാൻ 3.4 ആണ് പറഞ്ഞത്. 3.5 ലിറ്റർ എഞ്ചിനാണ്. ഇവിടെ എല്ലാം പിക്സൽ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിനെല്ലാം കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാം എന്താ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത്. ഇത്രയും വലിയ തേർഡ് റോയിൽ പോലും ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വലിയ ഇഷ്ടമാണ്. ഇത് എനിക്ക് ബസ്സുകളൊക്കെ വലിയ ഇഷ്ടമാണ് കാണാനും, അതുപോലെ അതിൻ്റെ ഡിസൈൻ ആസ്വദിക്കാനും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം. ഇനിയുള്ളത് നമ്മുടെ ക്രെറ്റ തന്നെയാണ്. ക്രെറ്റ നമ്മൾ കണ്ടു കഴിഞ്ഞു, എങ്കിലും ക്രെറ്റയുടെ ലോഞ്ച് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ കിടക്കുന്നു. ക്രെറ്റയുടെ വില പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് പുതിയ EV ക്രെറ്റ EVയുടെ വില വന്നു കഴിഞ്ഞു. അങ്ങനെ ഞെട്ടിക്കുന്ന വിലയൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 17,99,000, അതായത് 18 ലക്ഷം രൂപയിൽ സ്റ്റാർട്ടിംഗ് വില ആരംഭിക്കുകയാണ് ക്രെറ്റയുടേത്. മോശമല്ല, കാരണം 473 കിലോമീറ്റർ ഉണ്ടല്ലോ റേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മോശമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെൻസ് ഇന്നിപ്പോൾ റിവീൽ ചെയ്ത ബെൻസിൻ്റെ CLA ക്ലാസ് ഒരു പ്രോട്ടോടൈപ്പ് വാഹനമാണ്. ഇത് പെട്രോൾ 1.5 ലിറ്റർ പെട്രോൾ വേർഷനിലാണ് ഇത് ലഭ്യമാകുന്നത്. ലഭ്യമെന്നല്ല, ഇത് പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഫ്രാങ്ക്ഫർട്ട് ഓട്ടോ ഷോയിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുകയാണ്. രസമാണ്. മുൻഭാഗത്ത് എന്താ പറയുക, സ്റ്റാർട്ടഡ് ഒരു ഗ്രില്ലെന്നൊക്കെ വിളിക്കാം. അതായത് ബെൻസിൻ്റെ ഒരു തനത് രീതിയിലുള്ള ഗ്രില്ല് വളരെ ഭംഗിയായിട്ട് അതിലൊക്കെ LED എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. CLA ക്ലാസ് എന്ന് പറയുന്നത് ബെൻസിൻ്റെ ഏറ്റവും ചെറിയ സെഡാനുകളിലൊന്നാണ്. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വലിയ വീലും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇതിന് കൂടുതൽ വലിപ്പം നമുക്ക് തോന്നിക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ അത് CLA ക്ലാസ് ആണ്. CLA ക്ലാസിൻ്റെ പിൻഭാഗത്തു നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പിൻഭാഗമൊക്കെ വന്നിരിക്കുന്നത്.
CLA എന്ന് പറയുന്നത് അത്ര വലിയ ഹിറ്റായ ഒരു സെഗ്മെൻ്റാണ്, ഒരു മോഡലാണെന്ന് പറയാനാവില്ല. പക്ഷേ ഈ തരത്തിലേക്ക് ഇതിൻ്റെ പിൻഭാഗം മാറുമ്പോൾ ചിലപ്പോൾ അത് ഒരു ജനപ്രീതി കൈവരിച്ചേക്കാമെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കോൺസെപ്റ്റ് CLA ഗ്ലാസ്. ഉൾഭാഗത്തേക്ക് നോക്കിയാൽ എത്ര ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അതൊക്കെ കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ്. ഒരിക്കലും ഇതൊന്നും ആയിരിക്കില്ല പൊളഷ കാറിൽ ഇങ്ങനെ തുറന്നു വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ മൈതാനം തിരുന്ന് പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും സാധ്യതയില്ലെങ്കിൽ പോലും ആസ് എ പ്രോട്ടോടൈപ്പ് വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ സ്ലീക്ക് ആയിട്ടുണ്ട്. ഈവൻ ടെയിൽ ലാമ്പ് പോലും ആ ഒരു സ്റ്റാർ ലോഗോയാണ്, ബെൻസിൻ്റെ സ്റ്റാർ ലോഗോയാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ബെൻസിൻ്റെ. നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ നടന്നു നോക്കാം. ഏതായാലും G580യും ഈ കാണുന്ന മോഡലുമാണ് പ്രധാന മോഡലുകൾ. മറ്റൊന്ന് നമ്മൾ ഇതിൻ്റെ ലോഞ്ചിന് പോയിരുന്നു പൂനെയിൽ, AMG വേർഷനുള്ള ക്യാബ്രിയോലെ. അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു മോഡൽ. SL55 AMG കൺവേർട്ടബിൾ ആണ് ഈ കാണുന്നത്. 469 BSP എഞ്ചിനാണ്. ഇവൻ തകർപ്പൻ സാധനമാണ്. അത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസിൻ്റെ S ക്ലാസ് മേബാക്കിൻ്റെ 680 നൈറ്റ് ലോഞ്ച് എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു SUV ആണ്. ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഏറ്റവും വില പിടിച്ച SUV എന്നാണ് പറയേണ്ടത്. അതിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടല്ലോ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ബെൻസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് AQS ആണ്, അതായത് ഇലക്ട്രിക് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ. 2.25 കോടി രൂപ ഇതിന് എൻട്രി ലെവൽ മോഡലിൻ്റെ വിലയുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഈ ഒരു എഡിഷൻ്റെ കാര്യത്തിൽ വീണ്ടും കൂടും. അതായത് EQSൻ്റെ മേബാക്കിനുള്ളത് 2.25 crores ആണെങ്കിൽ ഇത് അതിൻ്റെ നൈറ്റ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിലയുണ്ട്. കൂടുതൽ എന്താണ് കൂടെ വ്യത്യസ്തമായ ഒരു രൂപഭംഗിയുണ്ട്. വീലിലേക്കൊക്കെ നോക്കിയാൽ കാണാം മേബാക്കിൻ്റെ സൈൻ കാണാം. പൂർണ്ണമായിട്ടും ആ ഒരു വീലിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷൻ ആണെങ്കിലും അതിൽ ഈ പറഞ്ഞല്ലോ റൂഫിൻ്റെ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്ന സിൽവർ ഫിനിഷാണ്. വേഗം ഇൻറ്റീരിയറിലേക്ക് പോകാം. കാരണം ഇത് ഈ പറഞ്ഞ അങ്ങനെ തൊടാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാഹനമാണ്. EQSൻ്റെ ഇൻറ്റീരിയർ പോലെയൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും ഒരു ബ്ലാക്ക് എഡിഷൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഫുൾ സ്ക്രീനുകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമായ ലെതർ, നാപ്പ ലെതർ എന്നാണ് പറയുന്നത്, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അതുവഴി ശ്യാമ ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ക്യാമറ കൊണ്ടുപോയാൽ പിൻഭാഗത്തുള്ള തീർച്ചയായിട്ടും ഇത് ഷോഫർ ഡ്രിവൺ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഷോഫർ ഡ്രിവൺ വാഹനത്തിൻ്റെതായ പ്രത്യേകതകളെല്ലാം തന്നെ ഉണ്ട്. ബാക്കിലിരിക്കുന്നവർക്കാണ് എല്ലാ തരത്തിലുള്ള ലക്ഷറിയും കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ ലക്ഷറിയസ് ഒരു SUV എന്നാണ് നമുക്ക് പറയേണ്ടത്. SUV ആണെങ്കിൽ പോലും ഇതൊരു ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇതിൻ്റെ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന SUVകളുടെ ഹൈറ്റ് അല്ല. ഏതായാലും പിൻഭാഗമൊക്കെ EQS 680 എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു എപ്പോഴും നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെയുള്ള വലിയ LED സ്ക്രീൻ ഉൾപ്പെടെ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സൂപ്പർ കാർ എന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പോർട്സ് കാർ എന്ന് വിളിക്കാവുന്ന വാഹനമാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് MG സൈബസ്റ്റർ എന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ച നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ കണ്ടിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഹോർഡിങ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 500 BSP പവറുള്ള തകർപ്പൻ ഒരു വാഹനമാണിത്. ഇലക്ട്രിക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 580 BSP ആണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. കാരണം വെയിറ്റ് അല്പം കുറഞ്ഞ വാഹനമാണ്. ഇത് 2 സീറ്റർ വാഹനമാണ്. കൺവേർട്ടബിളുമാണ്. കൺവേർട്ടബിൾ എന്ന് മാത്രമല്ല ഇത് സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആണെന്നുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് അല്പം കുറവാണ്. അതുകൊണ്ടായിരിക്കും 580 എന്ന് പറയുന്ന റേഞ്ച് കിട്ടുന്നത്. എന്തായാലും അതിഗംഭീരമായ സ്റ്റൈലിംഗ് ആണ്. അതായത് MGയുടെ പഴയ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്ന കാലത്ത് UK-യിൽ ധാരാളം സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു DNA-യിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനോഹരമായ ടെയിൽ ലാമ്പ്, ഒരല്പം പിന്നിലേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ടെയിൽ ലാമ്പ്. അതുപോലെ തന്നെ ഡോറിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഡോറിൻ്റെ ലോക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ല ഭംഗിയായിട്ടാണ്. അതുപോലെ ഇത് ബട്ടർഫ്ലൈ വിങ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് മേലോട്ട് തുറക്കുന്ന ഡോറുകളാണെന്നാണ് പറയുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും വളരെ മനോഹരമായ സ്റ്റൈലിംഗ് ആണ്. ആകെയുള്ളത് പച്ച നിറത്തിലുള്ള സൈബസ്റ്റർ എന്നുള്ള ബോർഡ് മാത്രമേ ഇതിന് ചേരാത്തതായിട്ടുള്ളൂ. കാരണം അത് നമ്മൾ സ്പോർട്സ് കാറിൽ കാണുന്ന രീതിയല്ല. എന്തായാലും വളരെ വലിയ ടെയിൽ ലാമ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഗംഭീര ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിൻഭാഗത്തേക്കാണെങ്കിൽ സാധാരണ സ്പോർട്സ് കാറിന് വ്യത്യസ്തമായിട്ട് ബൂട്ടിൻ്റെ ആ ഒരു ഏരിയ കൂടുതലുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള BMW C4 ഒട്ടും ബൂട്ട് സ്പേസ് ഇല്ല. ഇത് ബൂട്ട് സ്പേസ് കൂടുതലുള്ള ഒരു മോഡൽ കൂടിയാണ്. എന്തായാലും വളരെ രസമുള്ള ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ള നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് MG സെലക്ട് എന്ന് പറയുന്ന പുതിയ ഷോറൂമുകളാണ്. അത് MGയുടെ ഏറ്റവും പുതിയ ചില വാഹനങ്ങൾ, അതായത് ഇപ്പോൾ ഈ സൈബസ്റ്റർ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ചില PHEV അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലുകളെല്ലാം ഇനി വിൽക്കാൻ പോകുന്നത് MG സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു ഇത്തരത്തിലുള്ള ഷോറൂമുകളായിരിക്കും. അതായത് സാധാരണ നിങ്ങളിപ്പോൾ കോമറ്റോ മറ്റോ വാങ്ങിക്കാൻ പോകുന്ന MGയുടെ ഷോറൂമിലായിരിക്കില്ല നിങ്ങൾ സൈബസ്റ്റർ വാങ്ങിക്കാൻ പോകേണ്ടി വരുന്നത്.
അത് ഈ സെലക്ട് എന്ന് പറയുന്ന ഷോറൂമിനുള്ളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇതുപോലെ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഇതുപോലെ ആയിരിക്കും ഇൻറ്റീരിയർ കൊടുക്കുന്നത്. ഈ തരത്തിലുള്ള ഇൻറ്റീരിയർ ആയിരിക്കും സെലക്റ്റിൻ്റെ എല്ലാ ഷോറൂമുകളുടെ ഉൾഭാഗത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സെലക്ട് ഷോറൂമുകളിൽ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് സൈബർ സ്റ്റാർ ആണ്. അതാണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് MG എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പഴയ ഒരു പെഡിഗ്രി കാണിക്കാൻ വേണ്ടി ലണ്ടനിലെ ബിഗ് ബെനും മറ്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലും MGയുടെ സെലക്ട് ഷോറൂം വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോറൂം അല്ലാതെ മറ്റൊരു ഷോറൂം കൂടി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് MGയുടെ മറ്റൊരു മോഡലാണ്. അത് നമ്മളവിടെ കാണുന്ന ആ ഒരു MPV ആണ്. ഇനി അവിടേക്ക് പോകാം. ഇനി കാണുന്നതാണ് ഇപ്പോൾ M9 എന്നുള്ള പേരിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ മൾട്ടിപർപ്പസ് വാഹനം. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ പല മൾട്ടിപർപ്പസ് വാഹനങ്ങളുമായിട്ട് ഒരു സാമ്യം പറയാം. സാമ്യമല്ല, അതിൻ്റെ വലിപ്പമൊക്കെ പറയാം. അതായത് കിയ കാർണിവൽ അല്ലെങ്കിൽ ടൊയോട്ട വെൽഫെയർ പോലുള്ള വാഹനങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന വാഹനമാണ്. പക്ഷേ ഇതിൻ്റെയും പ്രത്യേകത ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ ഇലക്ട്രിക് MPV എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ല. നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ MPV ഇലക്ട്രിക് എന്ന് പറയുന്നത് E-Max 7 ആണ് BYDയുടെ. എങ്കിൽ ഇത് അതിനേക്കാളൊക്കെ വളരെ വലിയ വാഹനമാണ്. അതായത് ഇലക്ട്രിക് MPVകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ലാഭകരമായിട്ട് നമുക്ക് ഇനി ടൂറിസ്റ്റുകളെയും മറ്റും ഫെറി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. സ്ലൈഡിംഗ് ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ സൈഡ് ഏരിയയൊക്കെ ഉണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കിയയുടെ EV9 ഒക്കെ പോലെയുള്ള ഒരു സാദൃശ്യം ആരോപിക്കാമെന്ന് തോന്നുന്നു. ബൂട്ടം തുറന്നു നോക്കാം. ഇതാ 3 നിര സീറ്റുകളും തുറന്നു വെച്ചാൽ ഇവിടം വരെയാണ് ബൂട്ട് സ്പേസ് ഉള്ളതെങ്കിൽ ഇതിപ്പോൾ ഒന്ന് മടക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള സീറ്റ് കോൺഫിഗറേഷൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ അത്രയധികം സ്ഥലമുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം നടന്ന ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതാ 3-ാം നിര സീറ്റ് എത്രത്തോളം വലുതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ നടുവിലെ ഡോർ എന്ന് പറയുന്നത് നമ്മൾ 2 വശത്തേക്കും ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ സുഖമായിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് ഈ വശത്തെല്ലാം കാണാം. 3-ാമത്തെ കോർണർ ഗ്ലാസ് പോലും ഈ മറ്റ് ഗ്ലാസ്സുകളെക്കാളും വലുതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എന്തായാലും ഇൻറ്റീരിയറിൽ ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നു. അതിൽ നമുക്കത് കാണാൻ തോന്നുന്നത്. അതായത് 500 കിലോമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 500 കിലോമീറ്റർ റേഞ്ചുള്ള 7-8 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് MPV എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ടാക്സി ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ ഇതുവഴി ഇങ്ങനെ വെള്ളം ഒലിക്കും, ഇങ്ങനെ കൊതി വന്നിട്ട് അത്തരം വാഹനമാണിത്. വളരെ ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റിൽ ഓടിച്ചു നടക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ MGയുടെ പലതരത്തിലുള്ള വാഹനങ്ങൾ, ഏറ്റവും ചെറിയ ഇലക്ട്രിക് വാഹനം കോമറ്റ് തൊട്ട് ഏറ്റവും സ്പീഡുള്ള ഇലക്ട്രിക് സ്പോർട്സ് കാർ തൊട്ട് ഏറ്റവും പുതിയ ഇലക്ട്രിക് MPV വരെയുള്ള ഗംഭീരമായ ഒരു ഉൽപ്പന്ന നിരയുമായിട്ടാണ് വരുന്നതെന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും MG ഇന്ത്യയിൽ ചൂട് ഉറപ്പിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ വന്ന് നല്ലപോലെ ഇടിക്കാൻ പഠിച്ചു കേട്ടോ. ഞാൻ എല്ലാ വണ്ടികളുടെ അകത്ത് ഇടിച്ച് കയറുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ അസൂയ തോന്നുന്നുണ്ട്. ആ രീതിയിൽ ലോഞ്ചുകളിൽ ഇടിച്ച് വീഡിയോ ചെയ്തുള്ള പരിചയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് M9ൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 90 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അതാണ് ഈ 500 കിലോമീറ്റർ ഓടുന്നതും വളരെ പെട്ടെന്ന് ചാർജ് ആകും. നോക്കി എന്തായാലും ഇൻറ്റീരിയറൊക്കെ ക്ലാസ് ആണ്. MGയുടെയും അതുപോലെ തന്നെ BYDയുടെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പലരെ അടുത്ത് കണ്ടി കളയാൻ തോന്നുന്ന അവസ്ഥയാണ്. ഇപ്പോൾ സീറ്റൊക്കെ ഉണ്ട്. സീറ്റൊക്കെ എത്ര മനോഹരമാണ്. എല്ലാം വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സെൻട്രൽ കൺസോൾ കൊടുത്തിരിക്കുന്നു. ചാർജിങ് പോയിൻ്റ് ഒക്കെ രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ചാർജിങ് പോയിന്റുകൾ വേറെയുമുണ്ട്. ഇവിടെയൊക്കെ വളരെ കൺസീൽഡ് ആയ രീതിയിൽ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ AC-യുടെ കൺട്രോളൊക്കെ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ഒരു സ്ക്രീൻ ഇവിടെ കാണുന്നു. ഇവിടെ ഒരു ചെറിയ സ്ക്രീൻ. ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും വലിയ സ്ക്രീനിൽ നിന്ന് ചെറുതിലേക്കൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമൊബൈൽ കമ്പനികൾ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഡാഷ്ബോർഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇലക്ട്രിക്കലി പവേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൺറൂഫുകളുണ്ട്. ഇവിടെ ഒരു സിംഗിൾ പെയിനും അവിടെ ഒരു വലിയ സൺറൂഫും കൊടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുണ്ട്. ശ്യാമ ഇനി അത് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേയും കൂടെ എടുക്കാം. കാരണം അതല്ലാതെ ഇവിടുന്ന് പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു പെങ്കൊച്ചിരിക്കുന്നുണ്ടല്ലോ. പെങ്കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കരുത്. എല്ലാവരും സീറ്റും ബാക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. അപ്പോൾ MG M9ൻ്റെ ഉൾഭാഗത്താണ് നമ്മളിരിക്കുന്നത്. പിൻ സീറ്റിൽ സെക്കൻഡ് റോ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും എന്താ പറയുന്നത്, ഒരു എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന പോലെയുണ്ട്. അതൊരു ബിസിനസ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പോലെ. അതുപോലെ തന്നെയാണ് സൈഡിൽ ഈ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ സ്ലാൻഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിലാണ് നമ്മൾ ഇതിൻ്റെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് ആ സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ പ്രസ് ചെയ്താലാണ് നമുക്കിത് പിൻഭാഗത്തേക്ക് മാറുന്നതും അതുപോലെ തന്നെ മുൻഭാഗത്തേക്ക് വരുന്നു. പിന്നെ അപ്പോൾ ഈ കാല് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് ഈ സ്ക്രീനിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രിക് വാഹനമാണെന്ന് കൂടി ആലോചിക്കണം. വളരെ സുഖപ്രദമാണ്. അതുപോലെ തന്നെ മേൽഭാഗത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ വിശാലമായ ഒരു സൺറൂഫ് നമ്മുടെ തലയുടെ മുകളിലുണ്ട്.
എന്തായാലും സീറ്റുകളുടെ അഡീഷണൽ ഭയങ്കര രസമാണെന്ന് മാത്രമല്ല, സീറ്റിന് ഇവിടെ ഒരു കാല് വയ്ക്കാൻ വേണ്ടി ഒരു ഫുഡ് സ്റ്റെപ്പ് പോലും കൊടുത്തിട്ടുണ്ട്, ഫുഡ് റെസ്റ്റ് പോലും കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട്. അതുപോലെ മുഴുവൻ സ്ലൈഡിംഗ് ഡോറുകളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, എല്ലാ സീറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ആംബിയൻ ലൈറ്റിങ്ങും പിന്നെ ലെതറിൻ്റെ ഇതായിട്ടുള്ള അപ്ഹോൾസ്റ്ററി കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും കാണാം. പിടിച്ച് കയറാൻ വേണ്ടി നമുക്കാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. AC വെന്റുകൾ പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് പിൻഭാഗത്തേക്കൊക്കെ കാണുന്നത്. എന്നാലും ഈ ഉള്ളിലൂടെ ഈ നടുവിലുള്ള ഭാഗത്തൂടെ നമുക്ക് പിന്നിലേക്ക് പോകാൻ സാധിക്കും, അതിനുള്ള സ്പേസ് അവിടെയുണ്ട്. കൂടാതെ ഇവിടെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ, ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതിൽ പിടിച്ച് പ്രസ് ചെയ്താൽ അതങ്ങനെ ക്ലോസ് ചെയ്ത് പിൻഭാഗത്തേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഏറ്റവും പിൻഭാഗത്തും ഇഷ്ടം പോലെയാണ് സ്പേസ്. കണ്ടല്ലോ, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും വളരെ വിശാലമായ വിൻഡോ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. എന്തായാലും ഒരു തകർപ്പൻ 8 സീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പിന്നിൽ ബാക്കിൽ 3 പേര്, ഇവിടെ 2 അങ്ങനെ അപ്പോൾ 7 ആണല്ലോ അല്ലേ. എന്നാലും 500 കിലോമീറ്റേഴ്സ് റേഞ്ച് എന്ന് പറയുന്ന ഒരു അമേസിങ് കാര്യമാണ്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു MGയുടെ കാര്യത്തിൽ. അങ്ങനെ MG തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സൈബർ സ്റ്റാറിൻ്റെ കൺവേർട്ടഡ് രൂപം എന്ന് പറയുന്നത്. അതിമനോഹരമാണ്. 2 സീറ്ററാണ്, സ്ട്രിക്ട്ലി 2 സീറ്റർ. അതിൽ കൂടുതൽ വലിപ്പമൊന്നുമില്ല. ഉൾഭാഗത്തേക്കുള്ള സീറ്റും മറ്റും കാര്യങ്ങളും ഇവിടുന്ന് കാണാം. ബട്ടർഫ്ലൈ ഡോറുകളാണ് കാണുന്നത്. ഇത് സാധാരണ എന്താ പറയുക, 1 കോടിയിലൊക്കെ മുകളിൽ വിലയുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ബട്ടർഫ്ലൈ ഡോറൊക്കെ കാണുന്നതെങ്കിൽ ഇതിപ്പോൾ ഒരു 80 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു സ്പോർട്സ് കാർ കൂടി ആയിരിക്കും ഇത് എന്ന് മാത്രമല്ല ഇലക്ട്രിക് ആണെന്നുള്ള മറ്റൊരു കാര്യം. സാധാരണ സ്പോർട്സ് കാറുകളുടെ കാര്യത്തിൽ 3 ലിറ്റർ എഞ്ചിനൊക്കെയാണ്, 300 BSP ഒക്കെ. ഇത് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായിട്ട് ഓടിച്ചു നടക്കാൻ പറ്റുന്ന വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ സന്ധ്യയായി രാത്രിയുമായി 1-ാം ദിവസം, അങ്ങനെ 1-ാം ദിവസം പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ വരാം. നാളെ പ്രധാനപ്പെട്ട ലോഞ്ചസ് ഒക്കെ ഉണ്ട്. ഒന്ന് BYD സീലയൺ എന്ന് പറയുന്ന ആ ഒരു വാഹനമുണ്ട്. കൂടാതെ വിൻഫാസ്റ്റിൻ്റെ തായ്ലൻഡിലുള്ള വിയറ്റ്നാം കമ്പനിയായ വിൻഫാസ്റ്റിൻ്റെ 2-3 മോഡലുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. ഡൽഹിയിലെ കൊടു നടപ്പിൽ നിന്നും ബൈ.